അവിടെ നിന്നേ. ഇവിടെ ഗെറ്റ് ടുഗദർ ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം കേട്ടാ. ഗെറ്റ് ടുഗദർ ഒന്നും ഇല്ല. ദാ ഇവൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ ഒരുപാട് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കയറി നിൽക്കുന്നത്. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. സന്തോഷേ, നിന്റെ സന്തോഷക്കേടിന്റെ പ്രശ്നം എന്താണ്? കേട്ടെ. എന്റെ ബാലുവണ്ണ, വീട്ടിലൊരു ദിവസം ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അന്ന് ഞാൻ അവളെ കയറി എടി ശിവാനന്ദന്റെ മോളെ എന്നൊന്ന് ഞാൻ വിളിച്ചു പോയി. ശിവാനന്ദ ആരാണ്? അവളുടെ അച്ഛൻ. കൂടെ എന്റെ അളിയനും ഉണ്ടായിരുന്നു, ഉണ്ണിലാലും ഉണ്ടായിരുന്നു. അവനും ഉണ്ടായിരുന്ന ഉണ്ണിലാല്? ആ, അന്നത്തെ പ്രശ്നമാണ്. ഇടാ, ഭാര്യയുടെ അച്ഛനെ കയറി പേര് പറഞ്ഞ് വിളിക്കാമോ? പേരല്ലാണ് വിളിച്ചു. അല്ല, ഭാര്യയുടെ അച്ഛൻ ആരാണ്? നമ്മുടെ സ്വന്തം അച്ഛനല്ലേ? അച്ഛ, അത് ദേഷ്യത്തിൽ വിളിച്ചു. ദേഷ്യത്തിൽ വിളിക്കരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ദേഷ്യത്തിൽ വിളിക്കരുത്. അച്ഛനാണത്. അമ്മായി അമ്മ അമ്മയും. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ചെന്ന് കയറുമ്പോൾ അതിൻ്റെ വില എന്തിനാ നമ്മൾ നോക്കണ്ടേ? ഇനി ഭാര്യയുടെ അച്ഛനെ പേര് പറഞ്ഞ് വിളിക്കരുത് കേട്ടാ. അമ്മാവൻ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ വിളിക്കാവൂ. ഏത് ഭാര്യയ്ക്കും പ്രശ്നം വരും. കാരണം സ്വന്തം അച്ഛനെ ഭർത്താവ് പേര് പറഞ്ഞ് വിളിക്കാം ഏത് ഭാര്യയ്ക്കും വിഷമം ഉണ്ടാവും. അതിനുശേഷം ഇതുവരെ മിണ്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ട്, നിന്റെ ഈ സ്വഭാവമല്ലേ? ഇതേ തൊട്ട് അമ്മാവാന്നേ വിളിക്കാവൂ കേട്ടാ. പേര് പറഞ്ഞ് വിളിക്കരുത്. അല്ലെങ്കിൽ അച്ഛന്ന് വിളിച്ചോ, പ്രശ്നമില്ലല്ലോ. മിണ്ടരുത്. ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കല്ലേ. കാരി പറ, എന്താണ് നിന്റെ പ്രശ്നം? സ്വത്താണെന്ന് എൻ്റെ പ്രശ്നം. 10-15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ അവളെ അച്ഛനമ്മ എനിക്ക് 5 സെന്റ് പോലും തന്നിട്ടില്ല. ഇനി എന്ന് ഞാൻ ചത്തതിന് ശേഷം എപ്പോൾ ചോദിച്ചാലും നാളെ തരാം, മറ്റന്നാ തരാം. ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതൊക്കെ തരേണ്ടത്. നാണം കെട്ട, നിനക്ക് നാണം ഉണ്ടാടാ. എനിക്കും ആഗ്രഹം ഉണ്ടെന്നാ ഭാര്യയുടെ സ്വത്ത് വിറ്റ് ആഗ്രഹം ഉണ്ടെങ്കിൽ ജോലിക്ക് പോടാ. ഭാര്യയുടെ സ്വത്തിന് വേണ്ടി ശ്രീധരൻ ചോദിക്കൂടാ. എന്താണ് അണ്ണ ഇങ്ങനെ പറയണ? എല്ലാം അറിയാം അണ്ണ. പിന്നെ അണ്ണ എങ്ങനെ പറയണം? ചോദിച്ചോക്ക്. കല്യാണം കഴിച്ച് ചോദിച്ചിട്ടു. എനിക്ക് വേണ്ട. എടാ, എന്റെ സ്വത്താരെന്നറിയാം. താന്നിക്കണം പിള്ളേരിക്കണം. എന്റെ കുടുംബം സ്വത്ത്. ഓ, ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം. അല്ല, ഇങ്ങനെയൊന്നും നിന്റെ ഭാഗം ക്ലിയർ ചെയ്ത് ഞാൻ. നീ മിണ്ടാതിരി. നീ മിണ്ടാതിരിക്കും. എടാ, ശ്രീധരൻ ചോദിക്കരുത്, പറയരുത്, വേണ്ട. നമ്മൾ അധ്വാനിച്ച് ജീവിക്കുക. നമുക്ക് ആരെ ഒരു തുണ്ട് മണ്ണോലും വേണ്ട. നിനക്ക് ഒരുപാട് കാലം കഴിഞ്ഞ് നിനക്ക് എഴുതി തരുമല്ലോ. പിന്നെന്താ? ഇനി നീ സ്വത്തിൻ്റെ പറയുന്ന പോലെ നാണക്കേടാണ്. ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഓ, ശരിയാണ്. എടാ, നിന്റെ പ്രശ്നം എന്താടാ? നിനക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട്, വലിയ ബംഗ്ലാവുള്ള വീടും ഉണ്ട്. നീ എന്തിനാടാ ഈ വണങ്ങിയത് ഭാര്യയായിട്ട്? നിനക്കറിയാമല്ലോ, ഈ കാണുന്നത് അത്ര ഉണ്ടാക്കി. 10-20 കൊല്ലം ഗൾഫിൽ കിടന്ന് പണിയെടുത്ത് ഇത്ര ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വസ്ഥമായിട്ട് ഇവിടെ വീട്ടിൽ ഇരിക്കാന്ന് വിചാരിച്ചൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പോഴത്തെ ദിവസം എന്തെങ്കിലും ചായ കാപ്പി എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പണിക്ക് പോകുമെന്ന് പറഞ്ഞ് എപ്പോഴും പറഞ്ഞു. നമുക്ക് എങ്ങനെടേ? നീ എന്തിനാണ് ഈ ചായക്കും കാപ്പിക്കും വേണ്ടി അവളെ പറയുകയാണോ നീലുവേ നീലുവേ മഞ്ജുവേ മഞ്ജുവേ എന്ന് വിളിച്ചോണ്ട് നടക്കണത്? എന്തിനാ നീ വിളിച്ചോണ്ട് നടക്കണത്? പെണ്ണുമ്പളെ പറയാ വിളിച്ച് വിളിച്ച് അടക്കള വരെ നീ പോകുമോ? നീ മേലെ നീ അടക്കള കയറി പോരുത്. നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ചായ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവൾ ചായ കൊണ്ടുവരും. വെറുതെ കിടന്ന് വിലയില്ലടാ, ആർക്കും വിലയില്ല. പിന്നെ അതൊരു ഭാര്യ ആരാണ്? നിന്റെ ഭാവമാണ്. അപ്പം നമ്മളത് ഭാര്യ രണ്ടും ഒന്നല്ലേ? എല്ലാ കാര്യങ്ങളും ഭാര്യ എടുത്ത് പറയണം കേട്ടാ. ഭാര്യ എടുത്ത് ഒന്നും മറച്ച് വയ്ക്കരുത്. നമ്മളിവിടെ ജീവിക്കണല്ലേ, വിഷമിപ്പിക്കരുത്. പിന്നെ അവരുടെ ജോലിക്ക് വേടാ. ജോലിക്ക് പോയാലും നീ എൻ്റെ ഇവിടെ സൈറ്റ് പോയാലും ഞാൻ അവിടെ വെറുതെ ഇരിക്കാം. ഇഷ്ടംപോലെ പണികൊണ്ടിരിക്കും. അപ്പം ഞാൻ വരാം. നീ വാ, നമുക്കവിടെ ഇരിക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.